ഭയങ്കര സന്തോഷമായി ഗൈസ്. ഏട്ടൻ വരട്ടെ, കാണിച്ചു കൊടുക്കാം. ഹലോ ഗഡീസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ കുറെ നാളായി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാവണ്ടേ, എന്നാലല്ലേ പുതിയ വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് എന്തായാലും ഒരു സ്പെഷ്യൽ കാര്യം ചെയ്യാൻ പോവാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തേക്കണേ. അപ്പൊ വേറൊന്നുമല്ല, ഇതില്ല എന്റെ മുടി കണ്ടോ ചുരുണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരാഗ്രഹം, അത്യാഗ്രഹമാണെന്ന് അറിയില്ല, മുടി ഒന്ന് എല്ലാവരും പോലെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടാലോ എന്നൊരാഗ്രഹം. ഈ ചുരുണ്ട മുടിയുള്ളവർക്കാണ് ഒരു എന്താ പറയാ ഒരു വിഷമം ഉണ്ടാവുള്ളൂ. ഇത്രയും മുടി ഉണ്ടായിട്ട് എന്തിനും ചുരുണ്ട് കയറിയിരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും. എല്ലാവരും മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കയറിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം, ഒരു മുടിയുള്ളോ എന്നല്ല അതിലൊന്ന് ചെയ്തു നോക്കാന്ന്. ഞാൻ കഷ്ടപ്പെട്ട് ഒരു ക്രീമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. ചേട്ടൻ അറിഞ്ഞിട്ടില്ല, ചേട്ടൻ പണിക്ക് പോയേക്കാണ്. ഞാൻ എന്തായാലും ഒരു ക്രീമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ചേട്ടൻ നമുക്ക് കാണിച്ചു നോക്കാം എങ്ങനെയുണ്ടാവുന്നു. ചേട്ടൻ എങ്ങനെയാ അതിനെ കാണണം നമുക്ക് നോക്കി നോക്കാം. അപ്പൊ എന്തായാലും ഈ മുടി ഒന്ന് നേരെയാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇൻട്രാലസിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ പുറത്താണ് ഇരിക്കണേ കേട്ടോ ഗൈസ്. പുറത്ത് നല്ല കാറ്റ് വിളിച്ചൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പുറത്താണ് ഇരിക്കണേ. ലോറിയലിന്റെ എക്സ്റ്റൻസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമാണ് ഞാൻ വാങ്ങിച്ചേക്കണത്. ഇത് വെച്ചിട്ട് എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിന്റെ വായിച്ചു നോക്കട്ടെ ഞാനത് എങ്ങനെ ചെയ്യാൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കണേ. അപ്പൊ ഇതെങ്ങനെ ചെയ്യണേന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. എന്തായിരിക്കും എന്റെ മുടിയുടെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. എന്തായാലും ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് കണ്ടോ, അപ്പൊ ഞാൻ ഈ പഴയ ഡ്രസ്സ് എടുത്തിട്ടേക്കണ കേട്ടോ. ഇതൊന്ന് ക്രീം ഒന്നായാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതെന്ന് പറയുന്നത് ലോറിയൽ ഇതിന്റെ സ്മൂത്തനിങ് ക്രീമാണ് കേട്ടോ. കാണുന്നുണ്ടോന്ന് അറിയില്ല, സ്മൂത്തനിങ് ക്രീമാണ്. ഇതാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് അവർ പറയുന്നത്. നല്ല കൊള്ളില്ല ഗൈസ്. നമ്മൾ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. നമ്മുടെ മുടി കുറച്ചല്ലേ ഉള്ളൂ, കുറച്ചെടുത്താൽ മതി. അതായത് ചീർപ്പ്, പഴയ ചീർപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. റൂട്ടിൽ നിന്ന് ഒരു ഇഞ്ച് മേലേക്കാണ് ഇത് പെരട്ടേണ്ടതെന്നാണ് എഴുതിയേക്കുന്നത്. ഗ്ലൗസ് ഒക്കെ ഇടണം. എൻ്റെ ഗ്ലൗസ് ഒന്നുമില്ല, ഇത് ഞാൻ കൈ വെച്ചിട്ടാണ്. പെട്ടെന്ന് ഇടണം എന്ന് പറയുന്നത്. നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വരട്ടണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റൂട്ടിൽ നിന്ന് കുറച്ച് ഒരു ഇഞ്ച് മേലെ തൊട്ടാണ് വരട്ടേണ്ടത്. പെട്ടെന്ന് വരട്ടണം എന്നാണ് പറ്റുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ള് വരട്ടാം. കണ്ണ് നേർന്ന് കണ്ണ് നല്ല നീട്ടമുണ്ട്, നല്ല വൃത്തിയിട്ട് നാശമുണ്ട്. മാറ്റെടുത്തിട്ടാണെന്ന് അറിയില്ല. സൂപ്പർ അവിടെ നിന്ന് എനിക്ക് പോകുന്നു. സൂപ്പർ എനിക്ക് പോകുന്നുണ്ട് ഇവിടുന്ന്. അതൊക്കെ അവിടുന്ന് വലിയാണ്. സൂപ്പർ ഇവിടെ ഒന്ന് നോക്കിയിട്ടില്ല. എന്തായിട്ടുള്ള നാട്ടെടുത്തിട്ട് വയ്യാണ്. എടുത്ത ക്രീം മുഴുവൻ ഞാൻ തേച്ചിട്ടുണ്ട്. കൈവിനായിട്ടുണ്ട്. കൈവിട്ട് വരാട്ടോ. ഇതിനെ ചിലപ്പോൾ കൈവിനെങ്കിലും വെച്ചാൽ കൈവിട്ട് കാണാതെ. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിൽ മൊത്തം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സ്മൂത്തനിങ് ക്രീം തേച്ച് വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഒറ്റ സ്മെല്ല്, നല്ല സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഒറ്റ സ്മെല്ല് നല്ലോണം അപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തിരിക്കോളം മുടികളുകൊണ്ട് 15 മിനിറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇപ്പോൾ സമയം നോക്കിയിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇതാദ്യം നല്ലോണം വെള്ളം വെച്ചിട്ട് കഴുകണം കേട്ടോ. എന്നിട്ട് കഴുകിയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് അല്ല കഴുകിയിട്ടുണ്ട്. ഒരു ആഫ്റ്റർ 20 മിനിറ്റ്സ് തല കഴുകിയപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ. നമുക്ക് നീരിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കണം. ഡ്രയർ വെച്ച് നമുക്ക് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഉണക്കി ഒരു 90% ഇത് ഉണക്കിയെടുക്കണം. അപ്പോൾ ഗൈസ് ഞാൻ ഈ പഴയൊരു എൻ്റെ ഒരു ഡ്രയർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഇഷ്ടമുള്ള ഡ്രയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ചെയ്തിട്ട് 90% ഉണക്കിയെടുക്കട്ടെ. ഇത് മുഴുവൻ ഉണക്കിയെടുത്തിട്ട് ഞാൻ വരാം കേട്ടോ. ഗൈസ് ഞാൻ ഡ്രൈ 90% ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇത് വെച്ചിട്ട് ചെയ്യണം. ഇവിടെ അയൺ ചെയ്യണം. അപ്പോൾ മുടി നമുക്ക് അയൺ ചെയ്യണം. അപ്പോൾ ചെറിയ പോർഷൻസ് എടുത്തിട്ട് വേണം നമ്മളിങ്ങനെ അയൺ ചെയ്ത് കൊടുക്കാൻ. ഓവറായിട്ട് അയൺ ചെയ്യരുത്. ഒരു 3-4 തവണ മാത്രം ഇങ്ങനെ അയൺ ചെയ്യുക. 3-4 പ്രാവശ്യം മാത്രം അയൺ ചെയ്യുക. ചെറിയ പോർഷൻ എടുത്തിട്ട് അയൺ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഏതാണ്, കുറേ നാളായിട്ട് വാങ്ങിച്ചത് ഹാവൽസിൻ്റെ ആണ്. ഫിലിപ്സിൻ്റെ ഒക്കെ കിട്ടായിരിക്കും നല്ലത്. ഇത് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല, എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്യാം. ഈ പോർഷൻ ഇട്ട് വയ്ക്കാം. ചെറിയ പോർഷൻ എടുത്തിട്ട് ഈ പോർഷൻ എടുത്ത് നമുക്ക് ഇത് നോക്കാം. ഇങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇത് നോക്കാം. ഈ ടൈം ഒരു 3-4 തവണ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞേക്കണേ. അധികം നമ്മൾ ചെയ്യരുത്. 4 ടൈംസ് മാത്രമേ ഈ പോസ്റ്റ് എടുത്ത് ചെയ്യാൻ പാടുള്ളൂ.
ഓക്കെ, അപ്പോൾ കണ്ടോ 4 ടൈംസ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കണ്ടോ, ഇങ്ങനെ വരും. നമുക്ക് ബാക്കിയും കൂടെ ചെയ്ത് നോക്കാം. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude I am found. അപ്പോൾ ഗൈസ്, ഞാൻ കുറേ നേരത്തെ മനസ്സിരുത്തതിന് ശേഷം കണ്ടോ ഈ ഭാഗം ഞാൻ അയൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഭാഗത്ത് അയൺ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണേ. എന്തോ ഇങ്ങനെയാണ് കേട്ടോ അയൺ ചെയ്തിട്ടിരിക്കണേ. നമ്മുടെ സ്ട്രൈറ്റ്നിങ് കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു ക്രീം പറ്റാൻ. ഇതുപോലെ തന്നെ ഇവിടെ ആക്കട്ടെ. ഇത് അയൺ ചെയ്യാത്ത ഭാഗമാണ്, ഇത് അയൺ ചെയ്ത ഭാഗമാണ്. രണ്ട് വ്യത്യാസം നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് അയൺ ചെയ്യാത്തതും ഇത് അയൺ ചെയ്തതാണ്. ഇതും കൂടെ ഞാൻ അയൺ ചെയ്തിട്ട് ഫുള്ള് കാണിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ക്രീം പറ്റാനുള്ളതാണ്. ഇത് രണ്ടും ചെയ്തിട്ട് വരാം. ഇത് ചെയ്തു, ഇനി നിങ്ങൾ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഭാഗം അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് 2 ഭാഗം അയൺ ചെയ്തിട്ടുണ്ട്. എന്നെ ഭയങ്കര സന്തോഷമായി ഗൈസ്. കണ്ടോ, അത്രയ്ക്ക് എൻ്റെ മുടി നീളുണ്ടായിരുന്നു, എന്നിട്ടാണ് അങ്ങനെ ചുരുണ്ടുകൂടിയിരുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മറ്റേ ക്രീം ഇടണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും ആ ക്രീം പറഞ്ഞാൽ ന്യൂട്രലൈസറാണത്. അപ്പോൾ അതെന്തായാലും ഇടണം. തന്നെ എനിക്ക് സന്തോഷം ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മളിതാ അയൺ ചെയ്തിട്ടുണ്ട്. ഈ അയൺ ചെയ്തിട്ട് ഇനി അടുത്ത ക്രീം എന്ന് പറയുന്നത് ഇതാണ്, ന്യൂട്രലൈസിങ് ലോഷൻ. ഇതും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇതും നമ്മൾ എത്ര നേരം ഇടണം വെച്ചാൽ ഇതും 20 മിനിറ്റ്സ് ഇടണം. എന്നിട്ട് വീണ്ടും ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. ഇതും നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇത് മിക്കവാറും രാത്രിയാകും തോന്നുന്നുണ്ട്. തന്നെ വൈകുന്നേരമായി ഇത് ചെയ്ത് കഴിയുമ്പോഴേക്ക് രാത്രിയാവും. വിളിക്കും ചേട്ടൻ വരും. അപ്പോൾ ചേട്ടനെ നമുക്ക് എന്ത് ചെയ്യാം, സർപ്രൈസ് ചെയ്യാം. ഇത് നമുക്ക് ഇടാം. ഇത് വെച്ചിട്ട് ന്യൂട്രലൈസ് ക്രീം വെച്ചിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഡ്രൈ ചെയ്തിട്ട് വീണ്ടും അയൺ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഇതിൻ്റെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വന്നാൽ നമുക്ക് നമ്മുടെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ന്യൂട്രലൈസർ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. Teach me the language of rustling leaves, stories that linger on the breath of the breeze. ഒരു ദിവസം കൊണ്ട് പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കറക്റ്റായ രീതിയിലാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. സോ എത്ര ദിവസം നിലനിൽക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. പാർലറിൽ പോയി ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് വ്യത്യാസമാണ്. ഇത് 6 മാസമൊക്കെ നിൽക്കുമെന്ന് എനിക്കറിയില്ല. സാധാരണ 6 മാസമാണ് എൻ്റെ വീട് വരത്. എനിക്കറിയില്ല കേട്ടോ ഇത് എത്ര നാൾ നിൽക്കുന്നു. ഞാൻ എന്തായാലും ചെയ്യും. എന്തായാലും ഇത്രയായി. ഇതെന്തായാലും ചെയ്ത് തീർക്കട്ടെ. ന്യൂട്രലൈസിങ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് 10 മിനിറ്റ്സിനാണ് അതിൽ എഴുതിയിരിക്കണം. അപ്പോൾ 10 മിനിറ്റ്സ് നമുക്ക് ഇത് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്ത് 10 മിനിറ്റ്സ് വെക്കണം. 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം കേട്ടോ. 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഈ പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിട്ടോ. നേരത്തെ ന്യൂട്രലൈസറൊക്കെ തേച്ചിട്ട് ഞാൻ ഇരിക്കണ്ടായിരുന്നില്ലേ. ന്യൂട്രലൈസറൊക്കെ തേച്ച് അത് ഒരു 10 മിനിറ്റ്സ് ഒക്കെ വെച്ച് വീണ്ടും ഡ്രൈ ചെയ്ത് വീണ്ടും അയൺ ചെയ്തിട്ട് എൻ്റെ മുടിതാ ഇങ്ങനെയാണ് ഇരിക്കണേ. കണ്ടോ, ഭയങ്കര ഇഷ്ടമായി. ഞാൻ ശരിക്കും കണ്ടോ വെളിച്ചത്ത് കാണിച്ചതാ. കണ്ടോ ഗൈസ്,
എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. പുറകുവശമൊക്കെ കണ്ടു ഗൈസ്, ഇങ്ങനെയാണ് പുറകുവശിരിക്കുന്നത്. അപ്പം നേരത്തെ എൻ്റെ മുടിയുടെ കോലം ഞാനിവിടെ സൈഡിലിടാൻ ഇങ്ങനെയാണ് ഇരുത്തിയിരുന്നത്. ഇപ്പം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടില്ലേ, ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ചേട്ടൻ്റെ ഒരു 3000 അല്ലെങ്കിൽ 5000 രൂപ ലാഭിച്ചു കൊടുത്തു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതിന് 680 രൂപയാണ് ഈ ലോറിയലിൻ്റെ ഈ ക്രീമിൻ്റെ വില കേട്ടോ. അപ്പോൾ ബാക്കി എന്തോരം പൈസ ലാഭിച്ചു ഉണ്ടോ. പിന്നെ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ, സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം. പിന്നെ ചേട്ടൻ വരാറായിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ വരാറാകുമ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ട് പോയി നിൽക്കും. ചേട്ടാ എന്തെങ്കിലും മാറ്റമുണ്ടോ ചേട്ടൻ മനസ്സിലായാൽ മതിയായിരുന്നു. ചേട്ടൻ്റെ റിയാക്ഷൻ വീഡിയോയും കൂടെ ഞാൻ എടുത്തിട്ട് ഇതിൽ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ചേട്ടൻ വരട്ടെ, കാണിച്ചു കൊടുക്കാം. നമ്മുടെ ചേട്ടൻ സർപ്രൈസ് കൊടുക്കാം കേട്ടോ. ഹലോ ചേട്ടാ, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് എന്നെ കാണാൻ? എങ്ങനെയുണ്ട്? ഒക്കെ ചെയ്തു. എങ്ങനെയുണ്ട് പറ. അത് ഞാൻ ഉച്ചയ്ക്ക് ചെയ്തു. യെസ് ഗൈസ്, അപ്പൊ ചേട്ടൻ വന്ന് ചേട്ടൻ ഞാൻ കാണിച്ചു കൊടുത്തു കേട്ടാ. ഉച്ചയ്ക്ക് ഞാൻ ചെയ്തു. അപ്പൊ ചേട്ടൻ സർപ്രൈസ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഉച്ചയ്ക്ക് വാങ്ങിച്ചു. അപ്പൊ ചേട്ടൻ ഇഷ്ടമായി തോന്നണം അല്ലേ? അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരണം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടെ ഞെക്കിയേക്കുക. അപ്പൊ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ പറ. ടാറ്റ.